ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് അക്കാദമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ HSTയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ പുറത്തു വരുന്നതായിരിക്കും. 2024 ഡിസംബർ 31 PSC ഔദ്യോഗികമായി HSTയുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഇനി നമുക്ക് മുന്നിലുള്ള സമയം HSTയുടെ സിലബസ് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായൊരു പ്ലാനിങ്ങോടുകൂടി പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. ഇനി നിങ്ങൾക്ക് മുന്നിലുള്ള 5-6 മാസം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ ടീച്ചേഴ്സ് അക്കാദമി HSTയുടെ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ മാത്തമാറ്റിക്സിൽ ഏകദേശം 2 മൊഡ്യൂളിനടുത്ത് കംപ്ലീറ്റ് ആവാൻ പോകുന്നു. HSTയുടെ പുതിയ ഓഫ്ലൈൻ ബാച്ചുകൾ 2025 ജനുവരി 2 മുതൽ ആരംഭിക്കുന്നു. ഈ ബാച്ചിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിലുള്ള നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ HST മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ HST മാത്തമാറ്റിക്സിൽ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കാം. ഇൻറ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റഗ്രൽ 0 to π/2 sin raised to 4x divided by cos raised to 4x plus sin raised to 4x dx. നമുക്ക് പെട്ടെന്ന് കാണുന്ന ഒരു സമയം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഡൻസി വരിക, അല്ലേ? ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം എന്നൊരു ടൈപ്പിലായിരിക്കും നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുക. പക്ഷേ +2 മാത്തമാറ്റിക്സിലെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിക്കേ. 0 to π/2 sin raised to 4x divided by cos raised to 4x plus sin raised to 4x dx. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി നമുക്കറിയണം. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റഗ്രേഷനിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും, ഇവിടെ A ആണ് ലോവർ ലിമിറ്റ്, B ആണ് അപ്പർ ലിമിറ്റ്. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വരുന്ന ഇൻറ്റഗ്രൽസിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ് എന്ന് പറയാം. അപ്പം ഈ ഒരു ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ +2 ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ആ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ റിസൾട്ട്. ഓക്കെ, ഇത് യൂസ് ചെയ്ത് സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ഈ sin raised to 4xൻ്റെ ക്വസ്റ്റ്യൻ പോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റഗ്രൽ tan raised to 4x divided by tan raised to 4x plus cot raised to 4x. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് dx. ഓക്കെ, ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിസൾട്ട് എന്താണെന്ന് നോക്കിയാൽ ഇൻറ്റഗ്രൽ a to b f of x dx equal to integral a to b f of x dx equal to integral a to b f of a plus b minus x dx. a എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്, b എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ആണ്, x. ഓക്കെ, സോ ഇൻറ്റഗ്രൽ a to b f of x dxനെ തന്നെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? ഇൻറ്റഗ്രൽ a to b f of a plus b minus x, അതായത് ലിമിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, എക്സ് മൈനസ് ചെയ്യുക. അപ്പം ഇതിനോട് ഈ ഇൻറ്റഗ്രലിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, സോ ഈ റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ പ്രോബ്ലത്തിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻറ്റഗ്രൽ 0 to π/2 ആണ്. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് π/2 ആണ്, അല്ലേ? അപ്പം എയുടെ സ്ഥാനത്ത് 0യും ബിയുടെ സ്ഥാനത്ത് π/2 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ a to b f of x dx equal to integral a to b f of a plus b minus x ആണ്, അല്ലേ? അപ്പം അതേ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ 0 to π/2 sin raised to 4x divided by cos raised to 4x plus sin raised to 4x equal to integral 0 to π/2 f of a plus b minus x ആണ്, അല്ലേ? a plus b minus x എന്ന് പറയുമ്പോൾ f of ഇത് മൊത്തത്തിൽ f of x ആണെങ്കിൽ f of 0 plus π/2 minus x dx എന്ന് വരും. അതായത് ഇൻറ്റഗ്രൽ 0 to π/2 f of 0 plus π/2 എന്ന് പറഞ്ഞാൽ
π/2 മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രലിന് പകരം നമുക്ക് എന്തെഴുതാൻ പറ്റും? നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് പകരം നമുക്ക് ഇൻറ്റഗ്രൽ 0 to π/2 f of π/2 മൈനസ് എക്സ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യന് ഞാൻ ജസ്റ്റ് ഒന്ന് ഐ എന്ന് എഴുതാൻ പോവാണ്. സോ ഐ വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to π/2 f of π/2 മൈനസ് എക്സ് ആണ് അല്ലേ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ sin raised to 4 π/2 മൈനസ് എക്സ് divided by cos raised to 4 π/2 minus x plus sin raised to 4 π/2 minus x dx എന്നാവും. ഓക്കെ, സോ sin of π/2 minus x, sin of π/2 minus x നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം ഇവിടെ a is t c 0 π/2 π 3π/2. ഓക്കെ, π/2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ π/2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലോട്ട് ചാടും അല്ല. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇവിടെ എ ആണ്. എ എന്ന് പറഞ്ഞാൽ എല്ലാം പോസിറ്റീവാണ്. ഓക്കെ, സോ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സൈനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സൈനും പോസിറ്റീവായിരിക്കും. ഓക്കെ, ഇനി ഈ π/2 3π/2 ആംഗിളുകളിൽ ഈ ലൈനിൽ വരുന്ന ഈ രണ്ട് ആംഗിൾസിൽ π/2 3π/2 ആംഗിളുകളിൽ സൈന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കോസ് സൈനായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. സോ സൈൻ കോസിലോട്ട് മാറും, കോസ് സൈനിലോട്ട് മാറും. സോ നമുക്ക് ചോദിച്ചിട്ടുള്ളത് സൈൻ ഓഫ് π/2 മൈനസ് എക്സ് ആണ് അല്ലേ. സോ ദിസ് വിൽ ബി കോസ് എക്സ്. പോസിറ്റീവ് ആണ്, സൈൻ കോസിലോട്ട് കൂടി മാറുമ്പോൾ ഇത് പ്ലസ് കോസ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, സോ സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. സിമിലർലി കോസ് ഓഫ് π/2 മൈനസ് എക്സ് എന്ത് വരും? കോസ് ഓഫ് π/2 മൈനസ് എക്സ്. കോസ് ചേഞ്ചസ് ടു സൈൻ ആണ്. ഇവിടെ എല്ലാം പോസിറ്റീവ് ആയത് കാരണം കോസ് ഓഫ് π/2 മൈനസ് എക്സ് സൈൻ എക്സ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഇൻറ്റഗ്രൽ 0 to π/2 സൈൻ ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കോസ് റേസ് ടു 4x ആണ്, ഡിവൈഡഡ് ബൈ കോസ് ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് സൈൻ റേസ് ടു 4x ആണ്, അഗെയിൻ സൈൻ ഓഫ് π/2 മൈനസ് എക്സ് അല്ലേ. എനിക്ക് അതിനെങ്ങനെ എഴുതാൻ പറ്റും? കോസ് റേസ് ടു 4x dx എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. സോ ഈ നമ്മുടെ ഇൻറ്റഗ്രൽ നമ്മുടെ ക്വസ്റ്റ്യനെ തന്നെ ഞാനിപ്പോൾ എങ്ങനെ മാറ്റി എഴുതി? 0 to π/2 കോസ് റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x dx എന്ന് എഴുതി. ഇത് വേറെയാണ്. കോസ് റേസ് ടു 4x ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x dx എന്നായി. സോ നമ്മുടെ ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ആയിരുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനെ നമ്മളിപ്പം ഈ ഒരു രീതിയിലോട്ട് നമ്മൾ മാറ്റി അല്ലേ. സോ ഞാൻ ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. നമ്മുടെ ക്വസ്റ്റ്യന് ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 2 അതായത് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പം ഐ ആണ്, ലെഫ്റ്റ് ഐ ആണ്. സോ എനിക്ക് ആഡ് ചെയ്യുമ്പോൾ 2i എന്ന് കിട്ടും, ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to π/2 നമ്മുടെ ക്വസ്റ്റ്യൻ സൈൻ റേസ് ടു 4x ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു 4x പ്ലസ് സൈൻ റേസ് ടു 4x അല്ലേ. സൈൻ റേസ് ടു 4x ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x dx. ഓക്കെ, ഇതില്ല. പ്ലസ് വേറെ ഇൻറ്റഗ്രൽ 0 to π/2 നമുക്ക് കിട്ടിയത് എന്താ? കോസ് റേസ് ടു 4x ആണ് മേലെ അല്ലേ. സോ കോസ് റേസ് ടു 4x ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x dx. എനിക്കിതിനെ ക്ലബ് ചെയ്ത് ഒരുമിച്ച് എഴുതിക്കൂടെ? ഇൻറ്റഗ്രൽ 0 to π/2 മേലെ സൈൻ റേസ് ടു ഡിനോമിനേറ്റർ ഇവിടെ സെയിം ആണ്. സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x തന്നെയാണ് ഡിനോമിനേറ്റർ വരുന്നത്. സോ സൈൻ റേസ് ടു 4x മേലെ ആഡ് ചെയ്യുന്ന സമയത്ത് കോസ് റേസ് ടു 4x ഡിവൈഡഡ് ബൈ സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x dx. Okay, so integral 0 to π/2 sin raised to 4x plus cos raised to 4x divided by sin raised to 4x plus cos raised to 4x. ഇത് രണ്ടും സെയിം അല്ലേ. സോ എനിക്കത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ 0 to π/2 1 dx എന്ന് വരും അല്ലേ. ഇൻറ്റഗ്രൽ 1 dx will be equal to x.
within the limit 0 to pi by 2. So upper limit apply pi by 2 minus lower limit 0. So this will be equal to pi by 2. Okay, so നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 2i ആണ് അല്ലേ. 2i equal to pi by 2. So I equal to pi by 4. ഓക്കെ, സോ ഐ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ത് കിട്ടി? പൈ ബൈ 4. ഐ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടി? പൈ ബൈ 4. ക്ലിയർ ആണോ? ഇതേപോലെ തന്നെയാണ് നമുക്ക് ഏതും ചെയ്യാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ tan raised to 4xൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേ രീതിക്കാണ് അപ്രോച്ച് ചെയ്യുക അല്ലേ. അപ്പം ഈ ഒരു ടൈപ്പ് പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാം. അവിടെ നമുക്ക് എപ്പോഴും ആൻസർ കിട്ടുക എന്തുതന്നെയായിരിക്കും? ഇവിടെ sin raised to 4x ഡിവൈഡഡ് ബൈ cos raised to 4x പ്ലസ് sin raised to 4x. അപ്പം ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എപ്പോഴും ഇവിടുത്തെ അപ്പർ ലിമിറ്റ് പൈ ബൈ 2 ആണെങ്കിൽ അതിൻ്റെ ഹാഫ്, കാരണം 2i ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. 2i ഈക്വൽ ടു പൈ ബൈ 2 ആയിരിക്കും. സോ ഐ വിൽ ബി ഈക്വൽ ടു പൈ ബൈ 2ൻ്റെ ഹാഫ് ആയിരിക്കും. സോ ഈ ഒരു ടൈപ്പ് +2ൻ്റെ ടെക്സ്റ്റിൽ മാത്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വർക്ക് എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള പ്രോബ്ലംസുകൾ യൂഷ്വലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ HSTയുടെ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. HSTയുടെ ടീച്ചേഴ്സ് അക്കാദമിയുടെ ഓഫ്ലൈൻ ബാച്ചിൽ ഉടൻ തന്നെ ചേരുന്നതിനായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റിൽ നമ്പറുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് വേറൊരു ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.